ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് RBL പ്ലസിൻ്റെ ഒരു കുഞ്ഞ് സബ്വൂഫർ ഫിൽറ്റർ ബോർഡാണ്. ഈ ഒരു ബോർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്, വളരെ കോമ്പാക്റ്റ് ആണ്, ഫുൾ SMD കമ്പോണൻസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹയർ വോൾട്ടിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഏകദേശം 45 വോൾട്ട് DC വരെ നമുക്കിതിനകത്ത് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. 12 ഏറ്റവും താഴ്ന്ന വോൾട്ട്. ഏറ്റവും താഴ്ന്ന വോൾട്ട് 12 തൊട്ട് നമുക്ക് 45 വരെ ഈ ഒരു സബ്വൂഫർ ഫിൽറ്ററിൽ വർക്ക് ചെയ്യിപ്പിക്കാം. കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടാതെ തന്നെ RBL പ്ലസിൻ്റെ സബ്വൂഫർ ബോർഡ് വരുന്നുണ്ട്. 6 ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സബ്വൂഫർ ബോർഡ് വരുന്നുണ്ട്. ആ ബോർഡിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം, ഒരു വോൾട്ട് ഔട്ട്പുട്ട് അവർ വിട്ടിട്ടുണ്ട്. ആ ഒരു വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബോർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടും. ആ ബോർഡിന് വേണ്ടി മാത്രമല്ല, അവരുടെ തന്നെ ക്ലാസ് ഡി ബോർഡ് വരുന്നുണ്ട്, കുമാർ ആഡിയോസിൻ്റെ ബോർഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ബോർഡിനും പക്ക മാച്ചിങ് ആയിട്ടാണ് ഇവർ ഈ ബോർഡ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള IC വളരെ കുഞ്ഞ് IC ആണ്, SMD IC ആണ്. കൂടാതെ തന്നെ ഒറിജിനൽ STയിലെ IC ആണ് അതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. LM358 എന്ന് പറയുന്ന ഒരു കുഞ്ഞ് IC രണ്ടെണ്ണം അവരിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. 2 IC ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫിൽറ്റർ ബോർഡാണ്. നല്ല ഗെയിനുള്ള ഒരു ഔട്ട്പുട്ടാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയത്. കൂടാതെ തന്നെ നോർമലി നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4558 എന്ന് പറയുന്ന IC നല്ല ഗെയിനുള്ളതും നല്ലൊരു ഭൂമി എഫക്റ്റ് തരുന്നതും ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ICയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 20 വോൾട്ട് ഒക്കെ മാക്സിമം നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ IC കംപ്ലൈൻറ്റ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ICക്ക് നമുക്ക് ഏകദേശം 30 വോൾട്ടൊക്കെ കൊടുത്ത് നമുക്ക് ഈ ഒരു ICയെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള വോൾട്ട് കൊടുത്ത് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാലും ഇതിനകത്ത് അവരൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു റെഗുലേറ്റഡ് സപ്ലൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ 45 വോൾട്ട് കൊടുത്താലും കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വോൾട്ട് ഇതിനകത്ത് ICക്കകത്ത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വോൾട്ടായിരിക്കും ഇതിനകത്ത് കിട്ടുന്നത്. ഞാൻ ICയുടെ പ്രത്യേകത പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ICയുടെ പ്രത്യേകത 4558 കാട്ടിയും കുറച്ചും കൂടെ നല്ല രസമുള്ളൊരു ഡെപ്ത്തുള്ളൊരു സൗണ്ട് ഈ ഒരു ICക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ LM358 ഉപയോഗിക്കുന്ന ബോർഡുകൾ കുറവാണ്. എല്ലാവരും കൂടുതലും 4558 NE5532 ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽ നമുക്കിവിടെ നോക്കാം. ഇവിടെ കൊടുക്കേണ്ടത് നെഗറ്റീവ്, ഇവിടെ കൊടുക്കേണ്ട പോസിറ്റീവ്, ഇവിടെ ഗ്രൗണ്ടാണ്. അങ്ങനെയാണ് കൊടുക്കാനുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് സിഗ്നലാണ്. ഈ കാണുന്ന സിഗ്നലാണ് ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ സിഗ്നൽ ആണ് നമ്മളിവിടെ കൊടുക്കുക. അതായത് നമ്മൾ 2.1 ആയാലും 5.1 ആയാലും റിമോട്ട് കിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരായാലും സബ് വൂഫറിൻ്റെ ആ ഒരു റിമോട്ട് കിറ്റിലാണെങ്കിൽ സബ് ഔട്ട് എന്ന് ഇരിക്കുക. ആ സബ് ഔട്ട് നേരെ ഇവിടെയാണ് കൊടുക്കാനുള്ളത്. ഇനി 2.1 ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നേരെ ഒരു 2.1 നിന്ന് ലെഫ്റ്റ് റൈറ്റ് എടുത്ത് നേരെ ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കാനുള്ളത്. മോണോ ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ബോർഡിലും ഉള്ളതുപോലെ മോണോ ഔട്ട്പുട്ടാണ് നമ്മളിവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡ് വളരെ ചെറുതാണ്, കുഞ്ഞാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഇതിനകത്ത് 2 പ്രീസെറ്റുകൾ ഇടുന്നതായിട്ട് കാണാം. ഒരു 103 ഒരു 104 നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടേക്കുന്നത് ഒന്ന് ഗെയിൻ, അതായത് ഈ 103 എന്ന് എഴുതിയിരിക്കുന്ന ഗെയിനും പിന്നെ ഈ 104 എന്ന് എഴുതിയിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. നമ്മുടെ ഉപയോഗിക്കുന്ന ഊഫറിൻ്റെ അല്ലെങ്കിൽ ആംപ്ലിഫയറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കിവിടെ ഗെയിനും ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രീക്വൻസി അങ്ങനെയല്ല, ഫ്രീക്വൻസി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഗെയിൻ നമ്മുടെ ആംപ്ലിഫയറിൻ്റെയും സ്പീക്കറിൻ്റെയും അതായത് സബ് ഊഫറിൻ്റെയും കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാവുന്ന രീതിയിലാണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വോളിയം കൺട്രോൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻപുട്ടിൻ്റെ സൈഡിലേക്ക് നിങ്ങൾക്കൊരു വോളിയം കൺട്രോൾ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടിൽ വേണമെങ്കിൽ നമുക്കൊരു വോളിയം കൺട്രോൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണ്. ചിലർ ഇൻപുട്ടിൽ കൺട്രോൾ ചെയ്യും, ചിലർ ഔട്ട്പുട്ടിലും കൺട്രോൾ ചെയ്യും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇതിൽ വോൾട്ടേജ് അതായത് 40/40 അല്ലെങ്കിൽ 45/45 കൊടുക്കുന്ന കണക്ഷൻ ഇവിടെയാണ് കൊടുക്കാനുള്ളത്. ഒരു കാരണവശാൽ അത് കൊണ്ടുവന്ന് ഇന്നിൽ കൊടുക്കരുത്, അത് മാറരുത്. വളരെ കൃത്യമായിട്ട് നോക്കി തന്നെ കൊടുക്കണം. ഇൻപുട്ടിൽ ആ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് വോൾട്ടേജ് ഇവിടെയാണ് കൊടുക്കാനുള്ളത്, ഓഡിയോ സിഗ്നൽ ഇവിടെയാണ് കൊടുക്കാനുള്ളത്, ഓഡിയോ ഔട്ട്പുട്ട് ഇതുവഴിയാണ് എടുക്കാനുള്ളത്. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ ഫുള്ള് SMD കമ്പോണൻസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ള വളരെ കുഞ്ഞു ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു പവർ സപ്ലൈ ഉണ്ടാക്കി നിങ്ങൾ ഇതാവണ്ട, അതായത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിൽ നിന്ന് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്ത് എടുക്കുന്ന ഒരു 45/45 ഇതിൽ കൊണ്ട് കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയാണ്. പ്ലസ് 50-60 രൂപ കൊറിയർ ചാർജ് കൂടെ വരും.
അപ്പോൾ അതായത് നിങ്ങളുടെ സ്ഥലം അനുസരിച്ചിട്ടാണ് ആ ഒരു കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബഷീർ ഏട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബഷീർ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ്. മാക്സിമം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളത് ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങും. അത്രയും നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഞാനെപ്പോഴും നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ റിവ്യൂ ചെയ്യാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബഷീർ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ കണ്ടതിന് നന്ദി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും മടി കൂടാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.